ഹായ് പറഞ്ഞിട്ട് എന്താ ഇത് കേട്ടില്ല. വെള്ളമാണോ അത്? വാ വാ. ഹലോ ഫ്രണ്ട്സ്, ഇത് പുനലൂരുകാരുടെ സ്വന്തം തൂക്കാലത്തിലാട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇച്ചിരി 6 മാസമൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പൊടിയല്ലേ, അന്ന് അങ്ങനെ അറിയത്തില്ലല്ലോ. ഇപ്പം കൊണ്ടുവന്നപ്പം ഭയങ്കര സന്തോഷം, ഭയങ്കര വെപ്രാളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. ഇച്ചിരി കൂടെ നേരത്തെ കൊണ്ടുവരണമെന്ന് തോന്നി. അവനെ ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ ഇച്ചിരി ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങിയത്. എൻ്റെ ഒരു കസിന് വയ്യാതെ കിടക്കും. അപ്പം അവനൊരു സർജറി കഴിഞ്ഞ് കിടക്കും. അവനെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. വൈകിട്ട് ഇറങ്ങിയത്. നല്ല തണലുണ്ടായിരുന്നു. കാറ്റൊക്കെ കൊണ്ട് പെതിയെ ഞാൻ ഇച്ചിരി കാര്യമൊക്കെ പറഞ്ഞ് നടന്ന് വന്ന്. അപ്പോൾ എനിക്കൊരു സംശയം, ഇവിടെ തന്നെ ആണോ, ഫോണെടുത്ത് വിളിച്ച് ചോദിക്കണോ എന്നൊക്കെ ആലോചിച്ച് കയറണോ കയറണ്ടായോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ നിൽക്കുക. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ കയറിയപ്പോഴത്തേന് ആളവിടെ ഉണ്ടായിരുന്നു. ഫോണൊക്കെ വിളിച്ച് ഭയങ്കര കൂളായിട്ടിരിക്കുക. കണ്ടാൽ സർജറി കഴിഞ്ഞതൊന്നും തോന്നത്തില്ല, പക്ഷെ പാവം വയ്യ കേട്ടോ. അപ്പോൾ ഇച്ചുവിന് അവിടെ വന്നിട്ട് ഒരു കൂട്ടുകാരിയെ കിട്ടിയിട്ട്, ഇച്ചിനെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുതാൾ. അവനവിടെ നിൽക്കുന്ന കണ്ടിട്ട് അവിടെ നിന്ന് ഓടി വന്നതാണ് മോള്. പിന്നെ കുറച്ച് നേരം അവരുമായിട്ട് കളിയൊക്കെ ആയിരുന്നു. പോയി ഉമ്മയൊക്കെ കൊടുത്ത് അവൻ അവളെ കളിപ്പിക്കാനൊക്കെ നോക്കുമായിരുന്നു. കുറേ നേരം നല്ല രസമായിരുന്നു രണ്ടുപേരും കൂടെ. ഇച്ചുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിന്നാലും ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ കുറേ നേരം അങ്ങനെ അങ്ങ് സമയം പോയി. ഈ മോളുള്ളതുകൊണ്ട് ഇച്ചുവിനും കുറച്ച് നേരമൊക്കെ സമയം പോകാനും നല്ലതായിരുന്നു. ഒരുപാട് നിർബന്ധമൊന്നും കാണിച്ചില്ല. തലയിൽ എന്തുവാ നോക്കിച്ചു വാവയുടെ തലയിൽ എന്തുവാ? പൂ തരുവോന്ന് ചോദ്യം.